ഇനി ടാക്സ് ഗുരു. നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ KC ജോസഫ് വർഗീസ്. നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നികുതി കണക്കാക്കുമ്പോൾ അതിൻ്റെ വിവിധ ഘടകങ്ങൾ വളരെ പ്രസക്തിയുള്ളതാണ്. ഈ അവസരത്തിൽ ഒരു ശമ്പളക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അടിസ്ഥാന ശമ്പളമുണ്ടാകും, ക്ഷാമബത്ത അഥവാ ഡിയർനെസ് അലവൻസ് ഉണ്ടാകും, ഹൗസ് റെൻ്റ് അലവൻസ് അഥവാ വീട്ടുവാടക ബത്ത ഉണ്ടാകും, കൺവെയൻസ് അലവൻസ് ഉണ്ടാകും, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ്, ഇങ്ങനെ വിവിധ തരം അലവൻസുകളും ബത്തകളുമുള്ള ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നികുതി ബാധ്യത കണക്കാക്കുമ്പോൾ ധാരാളം കിഴിവുകളും മറ്റും ലഭ്യമായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വളരെ പ്രസക്തമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ അവസരത്തിൽ ശ്രീ സ്മിതേഷ് തോമസ് അയച്ചിരിക്കുന്ന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബെയറായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അദ്ദേഹം ജോലി നോക്കുകയാണ്. 4 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിവർഷ ശമ്പളം. അദ്ദേഹത്തിന് ഒരു LIC പ്രീമിയം ഉണ്ട്, അതിൻ്റെ പോളിസി തുക 2 ലക്ഷമാണ്. അദ്ദേഹം അടക്കുന്നത് 10,000 രൂപ വെച്ചാണ്. അദ്ദേഹം നൽകുന്ന വീട്ടുവാടക 4,500 രൂപ ഒരു മാസത്തിൽ നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നികുതി ബാധ്യത കണക്കാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു ആൻസർ പറയാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മൊത്ത ശമ്പളം 4 ലക്ഷം രൂപയിൽ നിന്ന് വകുപ്പ് 80C പ്രകാരം 10,000 രൂപ മാത്രമാണ് കിഴിവ് ആയിട്ട് ലഭ്യമായിട്ടുള്ളത്. ബാക്കി 3,90,000 രൂപയുണ്ട്. ഇതിൽ അദ്ദേഹത്തിന് ഹൗസ് റെൻ്റ് അലവൻസ് ലഭ്യമാണോ എന്ന് അറിയാത്തത് കൊണ്ട് മറ്റൊരു വകുപ്പ് പ്രകാരമുള്ള കിഴിവ് നമുക്ക് പരിഗണിക്കാം. അദ്ദേഹം മൊത്തമായിട്ട് നൽകുന്ന വീട്ടുവാടക 54,000 രൂപയാണ്. അതായത് 4,500 × 12 ആണ്, 54,000 രൂപയാണ്. അതിൽ അദ്ദേഹത്തിന് ഈ 80GG എന്ന വകുപ്പ് പ്രകാരം ലഭ്യമായിട്ടുള്ള കിഴിവ് അദ്ദേഹത്തിൻ്റെ മൊത്ത വരുമാനത്തിൻ്റെ 10% കൂടുതലായി നൽകിയിട്ടുള്ള വീട്ടുവാടകയാണ്. അതായത് 54,000-ൽ നിന്നും 3,90,000-ൻ്റെ 10% കുറവ് ചെയ്താൽ ബാക്കി 15,000 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന കിഴിവ്. വകുപ്പ് 80G പ്രകാരം വീട്ടുവാടക ബത്ത ഇല്ല എന്നുള്ള അസംഷനിലാണ് ഇത് പറയുന്നത്. അദ്ദേഹം ഈ ബാക്കിയുള്ള തുകയ്ക്ക് 3,75,000 രൂപ അദ്ദേഹത്തിന് അതുകൊണ്ട് നികുതി വരുമാനമുണ്ടാകും. ഈ തുകയ്ക്ക് അദ്ദേഹം ഇപ്പോഴത്തെ നിരക്ക് പ്രകാരം 2008-2009 നിരക്ക് പ്രകാരം നൽകേണ്ട നികുതി തുക 30,000 രൂപയും സെസ് 3%, അതായത് 900 രൂപയും ആകെ 30,900 രൂപയുമാണ്. എന്നാൽ നമുക്കൊരു സജഷൻ, ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ നമുക്ക് ഈ കാര്യത്തിൽ അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ 4 ലക്ഷം രൂപയിൽ അദ്ദേഹം ആകപ്പാടെ വകുപ്പ് 80C പ്രകാരം ഉപയോഗിച്ചിരിക്കുന്ന കിഴിവ് 10,000 രൂപ LIC പ്രീമിയമാണ്. ഇനിയും ഒരു 90,000 രൂപയുടെ നിക്ഷേപം നടത്തിയാൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് 1 ലക്ഷം രൂപ വരെ അദ്ദേഹത്തിന് താങ്കൾക്ക് പൂർണ്ണമായിട്ട് നികുതി ഇളവ് ലഭ്യമാണ്. അതുകൊണ്ട് ആ 4 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ 90,000 രൂപ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കളുടെ ബാക്കിയുള്ള വരുമാനം 3 ലക്ഷം രൂപയായിട്ട് കുറയും. ഇതിൽ നിന്ന് താങ്കൾക്ക് വകുപ്പ് 80G പ്രകാരം വീണ്ടും ഒരു റീവർക്കിംഗ് വേണ്ടി വരും. അതായത് 54,000-ൽ നിന്ന് 3 ലക്ഷത്തിൻ്റെ 10% കുറച്ച് ബാക്കി 24,000 രൂപ. അപ്പോൾ വകുപ്പ് 80G പ്രകാരം മൊത്തമായിട്ട് ലഭിക്കാവുന്ന ഏറ്റവും കൂടിയ തുക 24,000 രൂപ തന്നെയാണ്. ഈ 24,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് 2,76,000 രൂപയാണ് താങ്കളുടെ നികുതി വിധേയ വരുമാനം. ഇപ്പോഴത്തെ നിരക്ക് പ്രകാരം അതിന് 12,978 രൂപ ടാക്സ് വരും. നേരത്തെ പറഞ്ഞതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ താങ്കൾ ഇതുമൂലം ലാഭിക്കുന്നത്, അതായത് 90,000 രൂപ അധിക നിക്ഷേപം നടത്തുന്നത് വഴി ലാഭിക്കുന്നത് 17,922 രൂപയാണ്. ഇത് ഒരു 90,000 രൂപയുടെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 19.91% വരും. ഇന്ന് ഏത് നിക്ഷേപം നടത്തിയാലും ഇങ്ങനെ ഒരു റിട്ടേൺ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്കൾ വകുപ്പ് 80C പൂർണ്ണ പ്രയോജനം എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ശ്രീ കണ്ണപ്പൻ കോഴിക്കോട് നിന്നാണ്. വാട്ട് ആർ ദ ലിമിറ്റ്സ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C? അതായത് ട്യൂഷൻ ഫീയെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് 80C പ്രകാരം ഒരു കുട്ടിക്ക് 12,000 രൂപ എന്നുള്ള സബ് ലിമിറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴും നിലവിലുണ്ടോ എന്നാണ് ചോദ്യം. എനിക്ക് ആ ലിമിറ്റുകളെല്ലാം തന്നെ ഇൻകം ടാക്സ് നിയമത്തിലുള്ള എല്ലാവിധ സബ് ലിമിറ്റുകളും പ്രത്യേകിച്ച് വകുപ്പ് 80C സബ് ലിമിറ്റുകൾ, അതായത് ഒരു കുട്ടിക്ക് 12,000 രൂപ വെച്ച് 2 കുട്ടികൾക്ക് മാത്രമേ ഈ കിഴിവിന് ട്യൂഷൻ ഫീകൾക്കുള്ള കിഴിവ് ലഭ്യമായിരുന്നുള്ള ഒരു നിബന്ധന എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ സന്തോഷമുണ്ട്. എന്നാൽ 2 കുട്ടികൾ എന്നുള്ള പരിധി ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് ട്യൂഷൻ ഫീസ് മൊത്തം 80C എന്ന വകുപ്പിൻ്റെ പരിധിയായ 1,00,000 രൂപയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ട്യൂഷൻ ഫീസായിട്ട് താങ്കൾ കൊടുക്കുന്ന തുക പൂർണ്ണമായിട്ടും താങ്കളുടെ വരുമാനത്തിൽ നിന്ന് കുറവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഹൗസിംഗ് ലോണിൻ്റെ റീപേയ്മെൻറ്റിന് മുമ്പ് ഒരു സബ് ലിമിറ്റ് ഉണ്ടായിരുന്നു. 20,000 രൂപയായിരുന്നു സബ് ലിമിറ്റ്. ആ സബ് ലിമിറ്റും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇന്ന് ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റിന് വേണ്ടി 1,00,000 രൂപ തന്നെ നമ്മൾ അടക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ആ തുകയ്ക്കും നികുതിദായകർക്ക് കിഴിവ് ലഭിക്കുമെന്ന് പറയാൻ സന്തോഷമുണ്ട്. അടുത്ത ശ്രീ ഉണ്ണികൃഷ്ണൻ പാലക്കാട് നിന്ന് അയച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ജീവിത പങ്കാളി, അതായത് വൈഫിൻ്റെ പേരിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ കിഴിവ് വകുപ്പ് 80C പ്രകാരം അവകാശപ്പെടാൻ സാധിക്കുമോ എന്നാണ്. സാധ്യമല്ല എന്ന് പറയാൻ വ്യസനമുണ്ട്. ഈ ഒരു കാര്യം, അതായത് ജീവിത പങ്കാളിയുടെ പേരിലെടുക്കുന്ന നിക്ഷേപങ്ങൾക്ക് LIC പ്രീമിയ, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയ നിക്ഷേപങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളൂ. അതുകൊണ്ട് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് സ്വന്തം പേരിൽ തന്നെ എടുത്താലേ വകുപ്പ് 80C പ്രകാരമുള്ള കിഴിവ് ലഭ്യമാവുകയുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ശാസ്ത്രശാഖയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വിവരങ്ങളെ വളച്ചൊടിക്കാൻ സാധിക്കുമെന്ന് ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തിന് പ്രസക്തിയുണ്ടെന്ന് ഞാനിവിടെ പറയുന്നില്ല. എങ്കിൽ തന്നെയും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഈയിടെ ഇറക്കിയ ഒരു പത്രക്കുറിപ്പ് പ്രകാരം 1/4/2008 മുതൽ 30/9/2008 വരെ ഫയൽ ചെയ്യപ്പെട്ട ഇൻകം ടാക്സ് റിട്ടേണുകളുടെ എണ്ണം 25,38,855 ആണെന്നും അതേ സമയപരിധിക്കുള്ളിൽ കഴിഞ്ഞ വർഷം, അതായത് 1/4/2007 മുതൽ 31/10/2007 വരെ, ഒക്ടോബർ എന്ന് വരാൻ കാരണം വെച്ചാൽ ഈ പ്രാവശ്യം ആദായനികുതി റിട്ടേണുകൾ മുന്നോട്ടാക്കി, ഒരു മാസം മുന്നോട്ടാക്കിയത് കൊണ്ടാണ്. അതേ പീരീഡിൽ കഴിഞ്ഞ കൊല്ലം 10,84,597 റിട്ടേണുകളാണ് സമർപ്പിച്ചതെന്നും അതിനാൽ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഈ കൊല്ലത്തെ വർധനവ് 249% CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അവകാശപ്പെടുന്നു.